വടക്കൻ ഗസയിലെ ബൈത്ത് ലാഹിയയിൽ ഇസ്രായേൽ ഉപരോധവും ആക്രമണവും കനത്തതോടെ മരണമുഖത്താണ് കമാൽ അദ്വാൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 100 കണക്കിന് രോഗികൾ. ആക്രമണത്തിനൊപ്പം മരുന്നും ഭക്ഷണവും അവശ്യ സേവനങ്ങളും ഇവർക്ക് നിഷേധിച്ചിരിക്കുകയാണ്. ഇത് 5ാം തവണയാണ് ഇസ്രായേൽ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്ന് ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയ പറഞ്ഞു. ഇസ്രായേലി ഡ്രോണുകളാണ് ആശുപത്രിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. ആശുപത്രിയിലെ മെഡിക്കൽ ജീവനക്കാരെ കേന്ദ്രീകരിച്ചാണ് ഡ്രോണുകൾ ആക്രമണം നടത്തുന്നത്. ഷാർപ്നൽ ചീളുകൾ അടങ്ങിയ ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിക്കുന്നതെന്നും ഡയറക്ടർ പറഞ്ഞു. നിരവധി ആളുകൾക്കാണ് ഷാർപ്നൽ ചീളുകളേറ്റ് പരിക്കേറ്റത്. ആശുപത്രിയിലെ 3 ജീവനക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും ഒരാളെ ആശുപത്രിയിലെ തകർന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണെന്നും ഡയറക്ടർ കൂട്ടിച്ചേർത്തു. അൽമൗദ് ആശുപത്രിയിലും സ്ഥിതി സമാനമാണെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസയിൽ കഴിഞ്ഞ ദിവസം വിവിധ ആക്രമണങ്ങളിലായി 76 പേർ കൂടി കൊല്ലപ്പെട്ടിരുന്നു. മവാസി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയായി നടന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 41 പേരാണ് കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനിടെ അൽ മവാസിയിലടക്കം ഗസയിൽ 48 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വടക്കൻ ഗസയിൽ നിന്ന് ഒഴിയാൻ ആളുകൾക്ക് ഇസ്രായേൽ സേന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇസ്രായേൽ ജയിലുകളിൽ കൊല്ലപ്പെട്ട 46 ഫലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നില്ലെന്ന് പ്രിസണേഴ്സ് സൊസൈറ്റി ആരോപിച്ചു. ഇതിനിടെ സൈനിക നടപടി ശക്തമാക്കിയതോടെ ഹമാസ് ബന്ദിമോചനത്തിന് തയ്യാറാകാനുള്ള സാധ്യത വർദ്ധിച്ചുവെന്ന് മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അവകാശപ്പെട്ടു. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ബന്ദിമോചന കരാറിന് വഴിയൊരുങ്ങുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. 3 മാസങ്ങൾക്ക് മുമ്പ് ഗസയിലെ ഖാൻ യൂനിസിൽ നിന്ന് 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വെളിപ്പെടുത്തി. ഇവരെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് തുറന്നു പറയാൻ ഹഗാരി തയ്യാറായില്ല. അതിനിടെ UN പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ 2 പ്രമേയങ്ങൾക്ക് അനുകൂലമായി ലഭിച്ച വലിയ പിന്തുണയെ അറബ് മുസ്ലിം രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. ഫലസ്തീനിലെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും സിറിയൻ ഗോലാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നുമുള്ള UN ജനറൽ അസംബ്ലി പ്രമേയങ്ങളെയാണ് ഇന്ത്യ ഉൾപ്പെടെ ഭൂരിഭാഗം രാജ്യങ്ങളും പിന്തുണച്ചത്. 193 അംഗ സഭയിൽ 157 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ അർജന്റീന, ഹംഗറി, ഇസ്രായേൽ, മൊക്രോനേഷ്യ, നൗറു, പലാവു, പാപ്പുവ ന്യൂഗിനിയ, അമേരിക്ക എന്നീ 8 അംഗ രാജ്യങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത്. ഗസയിൽ വെടിനിർത്തൽ കരാറിനായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറും ഇസ്രായേലും സന്ദർശിച്ചെന്ന് റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത്. ഇക്കാര്യം ബൈഡൻ ഭരണകൂടത്തിനും അറിയാമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. ട്രംപ് അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാനാണ് ശ്രമം.